കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് വാർഡ് CMPക്ക് നൽകിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ നേതൃത്വത്തിനെതിരെ ഫ്ലക്സ് ബോർഡ് വന്നിരിക്കുകയാണ്. ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിലാണ് പ്രതിഷേധം. KPCCയിലെ കുലംകുത്തികളെ തിരിച്ചറിയണം എന്നാണ് ഫ്ലക്സിലെ പരാമർശം. വിവാദമായതിനെ തുടർന്ന് ഫ്ലക്സ് മാറ്റിയിരിക്കുന്നു. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടാകുന്ന തരത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണോ ഇപ്പോൾ CMPക്ക് കൊടുത്തത്? ഈ പ്രതിഷേധം ഉള്ളവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഫ്ലക്സ് ബോർഡിന് പിന്നിൽ ആരാണെന്ന് അറിയാനായോ? സ്മൃതി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചാലപ്പുറം സീറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. പണ്ട് ചാലപ്പുറം കോൺഗ്രസ് എന്നൊക്കെ പേരിൽ കോൺഗ്രസിന്റെ വളരെ പരമ്പരാഗതമായിട്ടുള്ളൊരു വാർഡ് കൂടിയാണ്. ആ വാർഡ് ഇത്തവണ അല്പം വെട്ടിമുറച്ച് കോൺഗ്രസിന് അനുകൂലമല്ലാതാക്കി മാറ്റിയെന്ന ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ആ വാർഡ് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശികമായ വികാരം. പക്ഷെ അത് മാനിക്കാതെ CMPക്കാണ് ആ വാർഡ് വിട്ടുകൊടുത്തിരിക്കുന്നത്. കോർപ്പറേഷൻ 2 സീറ്റുകൾ CMPക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഒന്ന് നടുവട്ടം സീറ്റും മറ്റൊന്ന് ചാലപ്പുറവുമാണ്. അതിനെതിരെയാണ് ആ വാർഡിൽ വലിയ പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച അവിടെ വലിയ വിമത യോഗം ചേരുകയും ആ വാർഡ് വിട്ടുകൊടുക്കരുത് എന്ന രീതിയിൽ തന്നെ ഔദ്യോഗികമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുകയും KPCCയിലെ കുലംകുത്തികളെ തിരിച്ചറിയണമെന്നും വാർഡിലെ വികാരം, പ്രാദേശികമായ വികാരം മാനിക്കാതെ ആ വാർഡ് CMPക്ക് കൊടുത്തതിനെതിരെ പ്രതിഷേധം ഉയരണം എന്ന രീതിയിൽ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ DCC പ്രസിഡന്റ് ഇടപെട്ട ആ ഫ്ലക്സ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എങ്കിൽ കൂടി ആ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നാൽ പരസ്യമായി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് അവിടുത്തെ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നത്. രഞ്ജിത്താണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് വാർഡ് CMPക്ക് നൽകിയതിലാണ് കോൺഗ്രസിൽ അതൃപ്തി ഉണ്ടാകുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നേതൃത്വത്തിന്റെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്.